ഇതെങ്ങനെയുണ്ട് മാഡം? അയ്യോ ഇത്രയും ചെറുതല്ല. പിന്നെ എന്ത് പ്രായം കാണും? ആർക്ക് വേണ്ടിയാ? നമ്മുടെ ഗൗതമിക്ക. ഞാൻ എന്റെ മോളാക്കും അവളെ. വേറെ എടുക്കാം മാഡം. ഇതിനൊക്കെ കുറച്ചും കൂടി വർക്കുള്ളത്. ഇത് കൊള്ളാമല്ലോ. ആനന്ദേട്ടോ, എന്താടാ കുട്ട? അല്ല എന്നാ അവിടെ പർച്ചേസ്? നല്ല കാര്യമായിട്ടുണ്ടല്ലോ. നമ്മുടെ ഗൗതമിക്കുള്ള ഡ്രസ്സാ അവര് പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തിന്? അവളെ മാമസ് നമുക്ക് അവൻ കെട്ടാൻ പോവാ. ഇത് കൊള്ളാം. കറിയാച്ചോ, താൻ ഭയങ്കര ഭാഗ്യവാനാടോ. എന്താ ഇത്ര കൈപ്പുണ്യുള്ള ഭാര്യയെ കിട്ടിയില്ല തനിക്ക്. അത് ശരിയാ, അവനും എന്റെ അമ്മയ്ക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അതും ശരിയാ. അച്ചോ, അല്ലേ തന്നെ ഈ അൽമായർക്ക് സഭയോട് വലിയ താല്പര്യമൊന്നും ഇപ്പൊ ഇല്ല. അതിനിടയില പെങ്ങളുടെ ഈ തീക്കളി. കറിയാച്ചോ, എന്തും ഏതും 7 വട്ടം ആലോചിക്കണമെന്നാ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതും പിടിച്ചാലോചിക്കണ്ട, അവിടെ വെച്ചോ, ഞാൻ പിന്നെ തീർത്തോളാം. കർത്താവ് അങ്ങനെ പലതും പറയും. അച്ഛൻ ഇപ്പൊ എന്ത് പറയുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അച്ചോ, എന്താ? ഈ ഗ്രേസി കൊച്ചിനെ വിഷമിപ്പിച്ചിട്ടേ വേറൊരു പെണ്ണിനെ കെട്ടി സുഖമായി കഴിയാമെന്ന് അവൻ കരുതണ്ട. അവന് ഞാനൊരു പാഠം പഠിപ്പിക്കും. വേണം, പഠിപ്പിക്കണം. അതിനാ വെള്ളിപ്പുരക്കലച്ചൻ സമ്മതിക്കണ്ടേ? ആര് വെള്ളിപ്പുരക്കനോ? അയാൾ എന്റെ കൊച്ചച്ഛനായിട്ട് 5 വർഷം ഇരുന്നതാ. ഞാൻ പറയുന്നതിനപ്പുറം അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയല്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. അതും ഒരു വലിയ കുടുംബത്തിന്റെ അത്താണിയാണ് ആ പെൺകുട്ടി. അവൾക്കൊരബദ്ധം പറ്റി. നമുക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കാം. കർണേട്ടാ, അതിവിടെ നടപ്പാവില്ല. ഇപ്പൊ തന്നെ അവർ തീരുമാനം എടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊന്നും ഇവിടെ ശരിയാവില്ല. കണ്ട വരുത്തന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പെൺകുട്ടികളെ പ്രേമിച്ച് വശീകരിച്ച് വലയിലാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതൊന്നും ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും നടപ്പിലാവില്ല. സെക്രട്ടറി പറഞ്ഞാണ് ശരി. നമ്മുടെ കൂട്ടത്തിൽ നല്ല കുട്ടികളുണ്ടല്ലോ. അതെ, പിന്നെന്തിനാ അന്യജാതി തേടി പോണത്? ഉണ്ണി പറഞ്ഞത് വളരെ ശരിയാണ്. പിന്നെ ആനന്ദനൊന്നും പറഞ്ഞില്ല. ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കാൻ ഞാനിപ്പോഴും തയ്യാറാ. അനന്തൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി കൂടുതൽ ആലോചിക്കാൻ എന്താ? അതങ്ങ് നടത്തി കൊടുക്കണം. പണിക്കരിയായിട്ടും പറഞ്ഞാണ് കാര്യം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ കുട്ടി പഞ്ചായത്ത് ഓഫീസറാണെന്നാ കേൾക്കുന്നത്. പഞ്ചായത്ത് ഓഫീസർ ആണെങ്കിൽ എന്താ ആനന്ദൻ മോശമാണോ? ജാതിയും മതവും സമുദായവും ഒക്കെ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതേ ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മളിങ്ങനെ പിന്തിരിപ്പന്മാരാവരുത് എന്നാണ് എന്റെ പക്ഷം. കർണേട്ടാ, നിങ്ങളെ ഈ ആനന്ദന് വലിയ ബഹുമാനമാണ്. അതില്ലാതാക്കരുത്. നിങ്ങളിവിടെ തന്നെ കാണണം. തീരുമാനം പറഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ പറയാം. കർണേട്ടൻ പറയുന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം കർശനമായിട്ട് നടപ്പിലാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കർണേട്ടനത് അംഗീകരിക്കണം. അതാ ശരി. നമ്മളെല്ലാ കാര്യങ്ങളും ക്ഷമിച്ച് വിട്ടുകൊടുക്കുക. പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഇതൊന്നും അത്ര ശരിയായ നടപടിയല്ലോ. എന്റെ കറിയാച്ചാ, നീ ഒന്ന് അടങ്ങ്. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അതിനല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്? ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. ഈ മാമോദീസ അച്ഛനങ്ങ് വിലക്കണം, അത്രേ ഉള്ളൂ. അച്ഛൻ പറ. കറിയാച്ചൻ പറഞ്ഞത് നടപ്പുള്ള കാര്യമാണ്. എന്താ?
സഭയിലേക്ക് ഒരു വിശ്വാസി വരുമ്പോ വേണ്ട എന്ന് പറയാൻ ഒരു പുരോഹിതന് പറ്റുമോ? അത് പറ്റിയല്ലോ. ആ ആ പിന്നെ എന്നാ ചെയ്യണമെന്നാ കറിയാച്ചൻ പറയുന്നേ? അച്ചോ, അച്ഛൻ ആ റാഹേലിനെയും കോരയും വിളിച്ചൊന്ന് ഉപദേശിക്കണം, അത്ര തന്നെ. ഉപദേശിക്കണമെന്ന് പറയുമ്പോ എന്റെ അച്ഛൻ ഒന്ന് വരട്ടണമെന്ന്. നടപടിയാവില്ലേ കറിയാച്ച? അങ്ങനെയാണെങ്കിലേ ദേ ഈ മാമോദീസ നടത്താൻ അച്ഛൻ ഈ ഇടവകയിൽ ഉണ്ടാവുകയില്ല, അത്ര തന്നെ. ആ ദൈവനിശ്ചയം അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഒക്കാത്ത കാര്യം ഒപ്പിക്കാൻ പറ്റില്ല അച്ഛൻ. അത് പറ്റുകല്ലോ. പറ്റുകയെന്തേ? ആ ദേ ഈശോംശായ്ക്ക് സ്തുതി എന്ന് പറഞ്ഞ നാവുണ്ടേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എടാ കറിയാച്ച, നീ ആരുടെ നേരാടാ കൈ ചൂണ്ടുന്നേ? ഇരി അവിടെ, ഇരി. ആ എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കല്ലേ. ആ ദേ, ആദ്യം ഒരു വഞ്ചിയിൽ കാലി ചവിട്ടാൻ നോക്ക്, അല്ലാതെ ഈ പല വഞ്ചിയിലായിട്ട് കാലി ചവിട്ടാൻ നിൽക്കണ്ട. ആ നമുക്ക് കാണാം. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിരിക്കുന്നു. പിന്നെയാണ് ഈ വെള്ളിപ്പുര. അച്ചോ, അന്ത്യകാലത്ത് അന്ത്യക്രിസ്തു പല രൂപങ്ങളിലും വരുമെന്ന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവൻ അതിലൊരുത്തനാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ശരി അച്ഛൻ. പെട്ടെന്ന് എല്ലാം അല്ലേ ചെയ്താൽ എന്നെ കയറ്റാ പോവും. അച്ചോ, ആ അച്ഛനൊരു ആണാണെന്നാ ഞാൻ കരുതി. എന്താ കറിയാ ചെയ്ത്? ദൈവത്തിന് നിരക്കാത്തൊന്നും പറയല്ലേ. ഞാൻ ഇപ്പോഴും ആണ് തന്നെയാ. കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ല. നീതി കൂടുതൽ എന്ത് പറയാനാ? ലോഹി ഇട്ടുപോയി. അല്ല, നിന്റെ സംശയം ഞാൻ തീർത്തേനെ. കയറ. എന്തൊക്കെ ആയിരുന്നു വെള്ളിപ്പുരയ്ക്ക് നാടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കൂല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവൻ അനുസരിക്കുകയല്ലോ. മൂടും. നീ പോന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിർത്തി നമുക്ക് എന്തെങ്കിലും നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. ഇനി താറാമുട്ട പുഴുകി തരാം. നീ വണ്ടി വിടറ. ആ ഇവിടെ ഇവിടെ. എത്ര ഏട്ടാ? 60. ശരി. എന്തു പറ്റി? ഞങ്ങളിനി സ്കൂളിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. ആര്? എന്താ കാര്യമൊന്നും അറിയില്ല മോളെ. അവർ സ്കൂളിൽ നിന്ന് വന്നപ്പോലെ കരച്ചില്ല, ഇനി സ്കൂളിലോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. എന്ത് കാരണത്താല്? എന്ത് കാര്യം കൊണ്ട്? അവന്നറിയണല്ലോ. ആ അതിങ്ങനെ തന്നെ. ചേച്ചി, ഇവരാ സ്കൂളിൽ വന്ന് ബഹളം ഉണ്ടാക്കിയ. ആ എല്ലാവരും ഉണ്ടല്ലോ. ചെറിയൊരു വിശേഷം ഉണ്ടേ. വാടാ. ആ ഓഫീസറും കൂടുമ്പോ ഇവിടുത്തെ പൊറുതി അങ്ങ് മതിയാക്കിക്കും. ഉണ്ണി പശതാടാ. എന്താ മോളെ ഇത്? നമ്മളെ ഒഴിപ്പിക്കാൻ വന്നതാ. ഇപ്പൊ എന്താ അങ്ങനെ? പിള്ളേരുടെ അച്ഛന് വേണ്ടി തന്ന വീടാ ഇത്. രേഖകളൊന്നും തന്നിട്ടില്ലല്ലോ. ചോറ് ഇവിടെയും കൂറെവിടെയും ഇനിയും നടക്കില്ല. വാടോ. ഓഫീസറെ പോട്ടെ. പിന്നെ ഇതത്ര കാര്യമാക്കണ്ട. അനന്തേട്ടൻ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അനന്തേട്ടൻ വിചാരിക്കണം. എടാ, എൻ്റെ പിള്ളേരെ വേറെ സ്കൂളിൽ പഠിപ്പിക്കാൻ എനിക്കറിയാം. നിന്റെ അനന്തേട്ടനെ നീ കാണേണ്ടതുപോലെ കണ്ടാ മതി. പോടാ. എന്തേലും പറ്റി മോളെ? വിട്ടു 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 നോക്കട്ടെ. അമ്മേ, 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 അമ്മേ ഒന്ന് തുറക്ക്. മോളെ, അമ്മേ. എന്തു പറ്റിയടാ? എന്തു പറ്റി? ഇല്ല ഇല്ല ഇല്ല. നമുക്ക് വീട്ടിൽ നിന്ന് പോവാ. എനിക്ക് പേടിയാവുന്നു. ഭീമേട്ടാ, അമ്മ അവളുമാര് മൊത്തത്തിൽ പേടിച്ചിരിക്കുക. എല്ലാ രീതിക്കും അവന്മാർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഗൗതമി ധൈര്യമായിട്ടിരിക്കും. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം.